ഹേ ഗൈസ്, ഇപ്പോൾ വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കോപ്പ അമേരിക്ക ഇവൻറ്റിൻ്റെ കുറച്ച് ഗൈഡാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ കോമ്പാനി ഇവൻറ്റിൻ്റെ നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരെന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ ഗൈസ്, ഒട്ടും താമസിപ്പിക്കേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, തുടക്കത്തിൽ തന്നെ നമുക്ക് കോപ്പ അമേരിക്ക ഇവൻറ്റ് ജസ്റ്റ് ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കിയേക്കാം. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം എന്നൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് ടിൽറ്റ് ട്രിപ്പ് ഉണ്ടല്ലേ, ഇപ്പം ശരിയാക്കാം. ഓക്കെ ഗൈസ്, നമ്മളിനിയും നോക്കാൻ പോകുന്നത് ഷോ ഡൗൺ ഇവൻറ്റിൻ്റെ ആണ്. ഷോ ഡൗണിൽ ഓക്കെ എക്സ്ചേഞ്ചസ് ഒക്കെ ഇഷ്ടംപോലുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജ്, ക്വാർട്ടർ ഫൈനൽസ്, അങ്ങനെയൊക്കെ. ഓക്കെ, 3-4 എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി മെയിൻ സെക്ഷനിലോട്ട് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നോക്കാം ഡെയിലി ട്രെയിനിങ്. ഓക്കെ, 150 പാസ് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, ഇതിന് 150. എനിക്കൊന്ന് എല്ലാത്തിനും 150 തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കേസ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ബിയിൽ തന്നെ ഗ്രൂപ്പ് ബിയിൽ വലിയ പ്ലേയേഴ്സൊന്നുമില്ല, 4 പ്ലേയേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് 4 പ്ലേയേഴ്സേ ഉള്ളൂ. ഗ്രൂപ്പ് സിയിൽ അമേരിക്ക, യുറുഗ്വായ് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ സ്പെഷ്യലായിട്ട് എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഡിയിൽ തന്നെയാണ് നോക്കാം. ഗ്രൂപ്പ് ഡിയിൽ 5-6 ബ്രസീൽ ഗ്രൂപ്പ് ഡിയിലാണ് ഗൈസ്. ബ്രസീൽ, പരാഗ്വേ, അതുപോലെ തന്നെ കൊളംബിയ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, ഫസ്റ്റാണ് നമ്മുടെ അർജൻറ്റീന ഉള്ളത്. അർജൻറ്റീനിയൻ പ്ലേയേഴ്സാണ് കൂടുതലും ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി ഐക്കൺ ചാലഞ്ച് അതുപോലത്തെ ഗൈസ്, ഒരു കിടില സ്ക്വാഡാണ് അവർ തന്നിരിക്കുന്ന ഐക്കൺസിൻ്റെ. സൗത്ത് അമേരിക്കൻ ഐക്കൺസ്. ഓക്കെ, ബ്രസീൽ, അർജൻറ്റീന, അമേരിക്കൻ ആൻഡ് മെക്സിക്കൻ ഇത്രയും പ്ലെയേഴ്സാണ് ഐക്കൺ സ്ക്വാഡിലുള്ളത്. കൂടുതലും ബ്രസീലിയൻസാണ് ഐക്കൺ സ്ക്വാഡിലുള്ളത്. പിന്നെ ഐക്കൺ ചാലഞ്ചിൽ നമുക്ക് പാസ് പോയിൻറ്റ്സ് പിന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, A to D. ഓക്കെ ഗൈസ്, ഓരോ ദിവസം വെച്ചാണ് നമുക്കിത് അൺലോക്ക് ആയി കിട്ടുന്നത്. ഓക്കെ, 7 ദിവസം കൊണ്ട് ഇത് 3 കളിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഐക്കൺ ചാലഞ്ച് എന്ന് പറയുന്ന സാധനം ഇത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീക്കെൻഡിൽ ഒരു റിവാർഡ് എടുക്കാൻ പറ്റും. ആ സൈഡിലത്തെ റിവാർഡ് ബോക്സിൽ നമുക്കൊരു റിവാർഡ് എടുക്കാൻ പറ്റും. അതാണ് ഇവർ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ചാലഞ്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺ ചാലഞ്ച് അൺലോക്ക് ആകത്തുള്ളൂ. അതും ഓരോ ദിവസം വെച്ച് അൺലോക്ക് ആവുള്ളൂ ഗൈസ്. ഓക്കെ, 4 ചാലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 7 ദിവസം പിടിക്കും. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് റിവാർഡ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് റിവാർഡാണ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മഷറീനെ എടുക്കുന്നുള്ളൂ. മഷറീനോ അല്ലെങ്കിൽ ഡയമണ്ട്സ്. ഓക്കെ, ട്രേഡബിൾ ആണെങ്കിൽ ഞാൻ 90+ നോക്കുന്നതായിരിക്കും. ഇപ്പം മഷറീനോ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെന്താ എടുക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, മെയിൻ ഇവൻറ്റിൽ എനിക്കൊന്ന് അത്രയൊക്കെ ഉള്ളൂ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഷോ ഡൗണിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ഷോ ഡൗൺ ഇവൻറ്റിലേക്ക് പോയേക്കാം. ഓക്കെ, ഷോ ഡൗൺ ഇവൻറ്റിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജ് പിന്നെ കുറച്ച് എക്സ്ചേഞ്ചസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സാൻജസ്, മെക്സിക്കോ, ജമൈക്ക അതുപോലത്തെ കൺട്രീസിലെ പ്ലെയേഴ്സൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് പ്രഡിക്ഷൻ ആയിരിക്കും. ഓക്കെ ഗൈസ്, പ്രഡിക്ഷൻ തന്നെയാണ്. നമുക്ക് 4 വിവിധ ഗ്രൂപ്പിൽ നിന്ന് 4 ടീമുകളെയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വാർട്ടർ ഫൈനൽസിൻ്റെയും സെമി ഫൈനൽസ്. ഓക്കെ ഗൈസ്, സാൻജസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മെക്സിക്കോ ആണ് ഗൈസ് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമും കൂടി നോക്കിയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്തായാലും മെക്സിക്കോ ജയിക്കത്തുള്ളൂ. മെക്സിക്കോയും ജമൈക്കയും നമുക്കറിയാം. മെക്സിക്കോ ഒരു കിടിലൻ ടീമാണ്. ഫിഫ റാങ്കിങ്ങിൽ 17-18 സ്ഥാനത്തിരിക്കുന്നതാണ്. ജമൈക്ക അത്രയും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ നാഷണാലിറ്റി നോക്കിയെടുക്കുക. അതുപോലെ ഇവിടെ തന്നെയാണെങ്കിൽ ചില്ലി, അർജൻറ്റീന, നിങ്ങൾക്കറിയാമല്ലോ ആര് ജയിക്കുമെന്ന്. ഈ അർജൻറ്റീന ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ അപ്പുറത്തെ പരാഗ്വേ, ബ്രസീൽ ജയിക്കും. അതുപോലെ യുറുഗ്വേയും അമേരിക്കയും. ഇത് കുറച്ച് ടഫ് കോമ്പറ്റീഷൻ ആണെങ്കിലും യുറുഗ്വേ ജയിക്കാനാണ് ചാൻസ്. ഓക്കെ, അടുത്ത് നമുക്ക് ക്യാപ്റ്റൻ കോമ്പനി സെക്ഷനിലേക്ക് കിടക്കാം. ക്യാപ്റ്റൻ കോമ്പനി നമ്മുടെ ഹീറോസിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന സെക്ഷനാണ്. ഇവിടെ പലർക്കും ഒരു ഡൗട്ട് വന്നേക്കാം, ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ ഗൈസ്, നമുക്കിവിടെയാണ് പ്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ കുറച്ച് മൈൽ സ്റ്റോൺസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടുന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡിവിഷൻ ട്രൈബൽസ് ഒക്കെ കളിച്ചാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, കുറേ പേര് ക്ലിങ്ങൊക്കെ അടിച്ചിരിക്കും ഇവിടെ. ബട്ട് അത് സിമ്പിളാണ് ഗൈസ്. ഇവിടുത്തെ ക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കിട്ടുന്ന റിവാർഡ്സ് നമ്മൾ ക്ലെയിം ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് 88 km/h കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവാർഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റോറി പോവാം. സ്റ്റോറി പോയതിന് ശേഷം നോക്കുവാണെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഒരു നല്ലൊരു എക്സ്ചേഞ്ചാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഒരു 3000 ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു 90 to 99 പ്ലെയറിൻ്റെ ഒരു എക്സ്ചേഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. 3000 ഡയമണ്ട് മുടക്കിയിട്ട്. എന്താണെന്നറിയില്ല, നല്ലൊരു പ്ലെയറിനെ തന്നെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. 95+ ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് പാക്കാണ് ഗൈസ്. സെക്കൻഡ് പാക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. 93. ഓക്കെ, ഗൈസ്, അമേരിക്ക റൈറ്റ് മിഡ് ബൊറൂഷ്യ ആരാണ്? റൈന. ഓക്കെ ഗൈസ്, റൈനനെയാണ് കിട്ടിയേക്കുന്നത്. അൺട്രേഡബിൾ ആണ്, കുഴപ്പമില്ല. ഡെയിലി പിക്സിൽ ഇട്ടിട്ട് നമുക്ക് പോയിന്റ് വാങ്ങിച്ച് കൂട്ടാം. 96 ആയിരുന്നു, നമുക്ക് 400 to 500 പോയിന്റ് കിട്ടിയാണ്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയും ഇങ്ങനത്തെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോവും ചെയ്തേക്കുക. ഓക്കെ, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക.